ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതാ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാൽ ഐസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാരണ പാലും പഞ്ചസാരയും ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പാൽ ഐസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മോൾഡൊന്നും ഇല്ലാത്തവർക്ക് ഞാനിപ്പം ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയെടുക്കാൻ കാണിക്കുന്നത്. അപ്പോൾ മോൾഡൊന്നും ഇല്ലാത്തവർക്ക് നമ്മുടെ ഗ്ലാസ്സിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ ഞാനിതാ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിൽ 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് ഞാനിപ്പോൾ എടുത്തത്. 2 കപ്പ് പാലിപ്പോൾ ഞാനിപ്പോൾ അളന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാൽപ്പൊടിയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഈ ഒരു കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പാല് ചേർത്തിട്ട് ഇത് നല്ലോണം നമുക്ക് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ. അപ്പോൾ പാലിൻ്റെ മിക്സ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്താണ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിപ്പം പാലിത ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ കലക്കി വെച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിയിരിക്കണം. ഇത് കുറുകി വരും പെട്ടെന്ന്. അപ്പോൾ ഇതിപ്പം തിളച്ചതിന് ശേഷം നമ്മൾ 2-3 മിനിറ്റും കൂടി അടുപ്പത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ചൂടൊന്ന് പോയിട്ട് വേണം നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തെടുത്ത് വെച്ചാലും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മുകളിൽ ഇങ്ങനെ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഇപ്പം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഞാനിപ്പോൾ മോൾഡും എടുത്തിട്ടുണ്ട് ഐസ്ക്രീമിൻ്റെ. പിന്നെ മോൾഡ് ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അതിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാത്തിലും നമ്മുടെ മിക്സ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സാണ്. പിന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഈ ഒരു മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യുന്നത് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഐസ്ക്രീമിൻ്റെ ഈ ഒരു സ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഇട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് തലേദിവസം റെഡിയാക്കി പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കണമെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് സമയം ഇങ്ങനെ വെച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഗ്ലാസ്സിലോ നിന്നാണെങ്കിലും നമ്മുടെ മോൾഡിൽ നിന്നാണെങ്കിലും എടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഗ്ലാസ്സിലുള്ള തന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ കിഡിലെ ഐസ് ഈ ഒരു
ചൂടിന് നമുക്ക് ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയൊരു നല്ലൊരു പാൽ ഐസാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ മോൾഡിലുള്ളത് ഇതാ ഈ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ചെയ്യാം, സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.